ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളിൽ വച്ച് ഏറ്റവും സവിശേഷവും അതീവ ജാഗ്രതയോടെ വീക്ഷിക്കപ്പെടേണ്ടതുമായ ഒന്നാണ് തൃക്കേട്ട. ബുധൻ ഭരണാധിപനായ ഈ നക്ഷത്രം വൃശ്ചികം രാശിയുടെ ഭാഗമാണ്. ബുദ്ധിശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മറ്റുള്ളവരെ അതിശയിപ്പിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ 2026 മാർച്ച് മാസം ഒരു സാധാരണ മാസം എന്നതിലുപരി ഒട്ടേറെ തിരിച്ചറിവുകളുടെയും നിർണായകമായ ചില മാറ്റങ്ങളുടെയും കാലഘട്ടമായിരിക്കും. ഈ മാസം നിങ്ങൾ നേരിടാൻ പോകുന്നത് സമ്മിശ്രമായ ഒരു അന്തരീക്ഷമാണ്. ചില സമയങ്ങളിൽ ജീവിതം ഒരു കടങ്കഥ പോലെ സങ്കീർണമായി തോന്നിയേക്കാം. മറ്റു ചിലപ്പോൾ കഠിനാധ്വാനത്തിന് അർഹമായ ബലം കിട്ടുന്നില്ലല്ലോ എന്ന നിരാശയും നിങ്ങളെ പിടികൂടിയേക്കാം. എന്നാൽ ഓർക്കുക, ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെയാണ് ഈ കാലം. വലിയൊരു കുതിച്ചുചാട്ടത്തിന് മുൻപ് നാം രണ്ടടി പിന്നോട്ട് വെക്കാറില്ലേ? അതുപോലെ നിങ്ങളുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കാനുള്ള സമയമായാണ് ഈ മാർച്ച് മാസത്തെ കാണേണ്ടത്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠ എന്ന പേരിന്റെ അർത്ഥം തന്നെ മൂത്തത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് എന്നാണ്. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ്. ഈ മാസം നിങ്ങളുടെ ആ നേതൃപാടവം പരീക്ഷിക്കപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടാമെങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്താൻ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. പലപ്പോഴും തൃക്കേട്ടക്കാർക്ക് മനസ്സിനുള്ളിൽ വലിയ ആശങ്കകൾ ഉണ്ടെങ്കിലും അതവർ പുറമെ പ്രകടിപ്പിക്കാറില്ല. ഈ മാർച്ച് മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ളതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾ വിതച്ച വിത്തുകൾ കൊയ്യാൻ സമയമായിട്ടില്ലെങ്കിലും കൃഷി പരിപാലിക്കേണ്ട കാലമാണിത്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും അത് സാമ്പത്തികമായാലും കുടുംബപരമായാലും വരും വർഷങ്ങളിലെ നിങ്ങളുടെ വിജയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നവയായിരിക്കും. ഈ മാസഫലം വെറും പ്രവചനങ്ങളായല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ വഴിവിളക്കാവുന്ന നിർദ്ദേശങ്ങളായി ഇതിനെ കാണുക. പ്രതിസന്ധികളിൽ തളരാതെയും നേട്ടങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കാതെയും സമചിത്തതയോടെ മുന്നേറാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ സാധിക്കും? സാമ്പത്തികമായി സുരക്ഷിതരാകാൻ ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധിക്കണം? കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? നിങ്ങളുടെ ആരോഗ്യവും ആത്മീയതയും ഈ മാസത്തെ എങ്ങനെ സ്വാധീനിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള വിശദമായ ഉത്തരമാണ് ഈ മാസഫലത്തിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രവചനം 2026 മാർച്ച് മാസം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ നിങ്ങളെ സഹായിക്കും. സ്ഥിര വരുമാനത്തിന് തടസ്സമുണ്ടാകില്ലെങ്കിലും കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പഴയ കടബാധ്യതകൾ തീർക്കാനോ വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നേക്കാം. വീട് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവ ഈ മാസം പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ മാസം അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. വലിയ നിക്ഷേപങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും രേഖകൾ കൃത്യമായി ഉറപ്പുവരുത്തണം. പുതിയ വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ താമസം നേരിട്ടേക്കാം. എന്നാൽ നിലവിലുള്ള ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിൽ കൃത്യത പാലിക്കാൻ നിങ്ങൾക്ക് കഴിയും. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. തൊഴിൽ രംഗത്ത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം കഠിനാധ്വാനം അനിവാര്യമാണ്. പരിശ്രമത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കാൻ അല്പം കാലതാമസം നേരിട്ടേക്കാം. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ചില വിദ്വേഷങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്ഥാനക്കയറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകൾ ഈ മാസാവസാനം ലഭിച്ചേക്കാം. ചെറുകിട വൻകിട വ്യാപാരികൾക്ക് ഈ മാസം ലാഭം മിതമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ പകുതി വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കാളിയുമായി സുതാര്യമായ ബന്ധം പുലർത്തണം. തർക്കങ്ങൾ ബിസിനസിനെ ദോഷകരമായി ബാധിച്ചേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കോ ചില തടസ്സങ്ങൾ നേരിടാം. വിസ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മാസാവസാനത്തോടെ തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഈ മാസം സർഗാത്മകത വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. പൊതുജനമധ്യത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന മാസമാണിത്. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നത് ദാമ്പത്യബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മാസത്തിന്റെ അവസാന പകുതിയോടെ ദാമ്പത്യത്തിൽ കൂടുതൽ ഊഷ്മളത കൈവരും. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയൊരു കരുത്തായി മാറും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില സ്വത്ത് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ ഇവ പരിഹരിക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. തെറ്റിദ്ധാരണകൾ വരാതെ നോക്കണം. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും.
പതിവായി ക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വഴിപാടുകൾ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഉത്തമമാണ്. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഈ മാസം വലിയ പുണ്യം നൽകും. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതോ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുന്നതോ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കപ്പെടരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. അമിതമായ ജോലിഭാരവും കുടുംബപരമായ ചിന്തകളും കാരണം ഉറക്കമില്ലായ്മയോ ഉത്കണ്ഠയോ അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ ബ്രീത്തിംഗ് വ്യായാമങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകും. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ സാധിക്കൂ. കൂട്ടുകാരോടൊപ്പമുള്ള അനാവശ്യ സമയം ചിലവഴിക്കൽ പഠനത്തെ ബാധിച്ചേക്കാം. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അവസാനത്തോടെ പ്രവേശന കാര്യങ്ങളിൽ അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ബുധനാഴ്ചകളിൽ വ്രതം നോൽക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുധന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസയോ ജപിക്കുന്നത് വിഘ്നങ്ങൾ മാറാൻ ഉത്തമമാണ്. പക്ഷികൾക്ക് ധാന്യങ്ങളോ വെള്ളമോ നൽകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യം കൊണ്ടുവരും. ഔദ്യോഗികമായ കാര്യങ്ങൾക്കോ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾക്കോ പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ നൽകും. അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം, രേവതി ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ശ്രീകൃഷ്ണ ഭജനം, ബുധപ്രീതികരമായ കർമ്മങ്ങൾ എന്നിവയും ദോഷശാന്തിക്ക് സഹായിക്കും. രാശാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതും നല്ലതാണ്. ഇതിനായി സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്കാം. ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം മരതകമാണ്. കഠിനാധ്വാനം, ബുദ്ധിശക്തി, പ്രായോഗിക സമീപനം എന്നിവയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുഖമുദ്ര. മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ ജീവിതത്തിലെ ഉന്നത വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. 2026 മാർച്ച് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും പരീക്ഷണങ്ങളുടെ കാലമായിരിക്കും. നിങ്ങളുടെ ബുദ്ധിയും മനക്കരുത്തും ഉപയോഗിച്ച് അവയെ തരണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ ഈ മാസം സമാധാനപരമായി കടന്നുപോകും. മാസത്തിന്റെ രണ്ടാം പകുതി ഒന്നാം പകുതിയേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ മാസം മുഴുവൻ പോസിറ്റീവായി ചിന്തിക്കുകയും കർമ്മനിരതരായിരിക്കുകയും ചെയ്താൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. എല്ലാ വെല്ലുവിളികളും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനാണെന്ന് തിരിച്ചറിയുക.